ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് വെച്ച് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങയും അതേപോലെ തന്നെ അതേ അളവിൽ ഒരു ഗ്ലാസ് അവലുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു അവലും തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലും തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആകുമ്പോഴേക്കും ഇത് റോസ്റ്റായി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൂടെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുത്തതിന് ശേഷം എടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൽ ചേർക്കാനായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കഴുക്കൊന്നും ഇല്ലാതെ കണ്ട് അരിച്ചൊന്ന് എടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അവല് നമുക്കൊന്ന് ആറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ലപോലെ പൊടിയേണ്ട, ചെറിയ തരിതരിയായിട്ട് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അവലിവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോയത്, ഒരു തരിതരിയായിട്ട് എടുക്കണം. അതിനുശേഷം ഞാനിവിടെ ആ ഒരു പാനിൽ തന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശർക്കര വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച ആ ഒരു അവലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ചെറിയ തീയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പിസ്ത എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് എല്ലാം കൂടെ കുറച്ച് ഒരു 1/2 കപ്പ് ഞാനിവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കപ്പലണ്ടി മാത്രമാണെങ്കിലും ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. ബദാം പരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല. നെയ്യ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടോടുകൂടി നമുക്കിനി ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിങ്ങനെ എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒരു പക്ഷേ നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അത് കറക്റ്റ് ലെവലിലാക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഓരോന്നും ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണിത്. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ അവലും തേങ്ങയും കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.